മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ ഒരിക്കൽ വീട്ടിൽ കയറി വരുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്തോ യുദ്ധമെങ്ങാണ്ട് കഴിഞ്ഞിട്ട് വരിക നബി, വലിയ പ്രയാസത്തിൽ വരിക. വലിയ പ്രയാസത്തിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആയിഷ ബീവി വാതിലിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ഈ ലോകത്തുള്ള പെണ്ണുങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? സുബ്ഹാനല്ലാഹ്, നീ പാനൂരോ കൂത്തുപറമ്പോ കണ്ണൂരോ എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ട് നിന്റെ കാര്യം നടക്കാതെ വളരെ പ്രയാസപ്പെട്ട് നീ വീട്ടിൽ കയറി വരുമ്പോൾ വാതിലിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുക, ഇക്ക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് നിങ്ങളുടെ ഭാര്യ ചോദിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ, ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നബിതങ്ങളോട് ചോദിച്ചു, ലോകത്തുള്ള പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? നബിതങ്ങൾ പറഞ്ഞു, എൻ്റെ പൊന്ന ആയിഷ, നിന്നെയാണ് എനിക്ക് ലോകത്തുള്ള പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വീടിനകത്ത് കയറി പിന്നെയും പിടിച്ചു നിർത്തി. രണ്ടാമത്തെ ചോദ്യം, ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? ലോകത്തുള്ള ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? ഭർത്താക്കന്മാർ പഠിക്കണം. നബിതങ്ങൾ പറഞ്ഞു, നിന്റെ വാപ്പ അബൂബക്കറിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. ആയിഷ ബീബി കെട്ടിപ്പിടിച്ചിട്ട് മുത്തം കൊടുത്തു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് വഴുതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി കിടപ്പറയിൽ വരുമ്പോൾ ഭാര്യയോട് പറയണം, എൻ്റെ പൊന്നാര ആമിന, നിന്റെ വാപ്പാനെ പോലെ ഒരു നല്ല മനുഷ്യൻ ഈ ദുനിയാവിലുണ്ടോ? നിന്റെ ഉമ്മ എത്ര നല്ല സഹോദരി, നല്ല പെണ്ണ, അൽഹംദുലില്ലാ. നിന്റെ ഉമ്മയെപ്പോലെ ഒരു ഉമ്മയെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ഓള് തലയിൽ കയറാതെ നോക്കിയാൽ മതി കേട്ടാ. ഇതാ പെണ്ണ്, അവളുടെ ഉമ്മ, അവളുടെ വാപ്പ, അവളുടെ വീട്, അവളുടെ നാട്. അതന്നെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെ. അല്ലാഹു ഈ മന്ദിരമാറാകട്ടെ. കുറ്റം പറഞ്ഞതല്ല. പിന്നെ അടിയും വഴക്കും. നബിതങ്ങളുടെ വീട്ടിൽ തന്നെ ഇറച്ചിപ്പാത്രം വരെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ പാനൂര് കിടക്കണ നിന്റെ വീട്. ആയിഷ ബീവി എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നിന്റെ ആമിന. അല്ലാഹു പടച്ചോനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വരുന്ന വഴി കൂടെ ഇബ്ലീസ് പോലും വരത്തില്ല. ഇബ്ലീസിന് പോലും പേടി. ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും ഇബ്ലീസ് വരൂല. അത്രയ്ക്കും പേടിയാ, ഇബ്ലീസിന് വരെ പേടി. ഉമർ തങ്ങളുടെ കാലത്ത് ഒരു ഭർത്താവ് ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ പറഞ്ഞു, ഞാൻ പോവാ പരാതി കൊടുക്കാൻ. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോകുന്ന പറയത്തില്ല, ഞാൻ പോവാ ഖലീഫയുടെ അടുത്ത് പോയി പരാതി പറയാൻ പോയി, എനിക്ക് മടുത്തു ജീവിതം, ഞാൻ പോവാ. വിഷമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. പഴഞ്ചൊല്ലുണ്ടല്ലോ, പടപേടിച്ച് പന്തളത്ത് പോയപ്പോൾ പന്തം കൊളുത്തി പടയെന്ന് പറയണമല്ലേ. ഈ പാവപ്പെട്ടവന്റെ വീട്ടിലെ പരാതിയെക്കുറിച്ച് ഖലീഫയോട് പരാതി പറയാൻ പോയപ്പോൾ അവിടെ സൂപ്പർ ബഹളം നടന്നിരിക്കുക. ഈ സാധു വിചാരിച്ചു, റബ്ബേ ഇവിടെയാ, ഇതിപ്പോൾ ഇതിനെക്കാളും നല്ലത് മിണ്ടാ പൊക്കളഞ്ഞിറങ്ങി. ഉമർ തങ്ങൾ ഇത് കാണുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, ചങ്ങാതി വാ, നീ ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ വന്നിരുന്നല്ലോ, എന്തിനാ വന്നേ? ഒന്നുമില്ല ഖലീഫ, ചുമ്മാതെ വന്നതാ. പറയടാ ചങ്ങാതി, നീ വന്നിട്ട് പോണം, ഞാൻ കണ്ടു. ഒന്നുമില്ല, നീ പറ എന്താ? എൻ്റെ ഭാര്യയെക്കുറിച്ച് പരാതി പറയാൻ വന്നതാ, അവിടെ വന്നപ്പോൾ പറയാൻ തോന്നിയില്ല. ഇതാ അവസ്ഥ. അടിയും വഴക്കൊക്കെ ഉണ്ട്. അത് സ്നേഹമുള്ളിടത്തേ ഉള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സ്നേഹമുള്ളിടത്തേ ഇതുള്ളൂ. നബിതങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു വഴക്കും ബഹളവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഭാര്യ കരഞ്ഞാ തീരണം എല്ലാം. ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ അപ്പം തന്നെ തീർത്തേക്കണം എല്ലാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.